നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വലച്ചിറ സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. തിരുനാൾ ആഘോഷത്തിന് തുടക്കമിട്ട് പള്ളിയിൽ ദീപാലങ്കാരം തെളിയിച്ചു. ചേർപ്പ് തായംകുളങ്ങര ലക്ഷദ്വീപത്തിന് സമാപനമായി. വെള്ളിയാഴ്ച ചേർപ്പ് കാവടി സമാജത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപോജ്വലനം ശ്രദ്ധേയമായി. ആനക്കല്ലിൽ കൗതുകമായി 4 കാലുകളുള്ള ഇറച്ചിക്കോഴി. ആനക്കല്ല് സെന്ററിൽ CITU ഓഫീസിന് സമീപത്തെ തട്ടിൽ ചിക്കൻ സെന്ററിലാണ് ഈ കൗതുക കാഴ്ച. വാർത്തകൾ വിശദമായി. വലച്ചിറ സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. തിരുനാൾ ആഘോഷത്തിന് തുടക്കമിട്ട് പള്ളിയിൽ ദീപാലങ്കാരം തെളിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ലതീഞ്ഞിനു ശേഷം വിശുദ്ധ കുർബാനയും തുടർന്ന് നൊവേനയും നടന്നു. പെല്ലിശ്ശേരി പള്ളി വികാരി ഫാദർ ട്രജിൻ തട്ടിൽ മുഖ്യ കാർമ്മികനായി. തിരുക്കർമ്മങ്ങൾക്കു ശേഷം ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ശനിയാഴ്ച രാവിലെ 6:30 കൂടുതുറക്കൽ ശുശ്രൂഷ, ലതീഞ്ഞ, വിശുദ്ധ കുർബാന, നൊവേന എന്നീ തിരുക്കർമ്മങ്ങൾ നടന്നു. പെരിഞ്ചേരി പള്ളി വികാരി ഫാദർ ജോബ് പടയാട്ടിൽ മുഖ്യ കാർമ്മികനായി. നിരവധി വിശ്വാസികളാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത്. ഇടവക വികാരി ഫാദർ റാഫി തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടത്തുപറമ്പിൽ, ജോഫി ചിറ്റിലപ്പിള്ളി, മെൽവിൻ വോഗീസ്, തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ സോജൻ പിടിയത്ത എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് തായംകുളങ്ങര ലക്ഷദ്വീപത്തിന് സമാപനമായി. വെള്ളിയാഴ്ച ചേർപ്പ് കാവടി സമാജത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപോജ്വലനം ശ്രദ്ധേയമായി. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ആദ്യ തിരിതെളിയിച്ച ലക്ഷദ്വീപോജ്വലനം ഉദ്ഘാടനം ചെയ്തു. കാവടി സമാജം പ്രസിഡന്റ് K രാമചന്ദ്രൻ, കാവടി സമാജം വൈസ് പ്രസിഡന്റും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ M സുജിത് കുമാർ എന്നിവർ മുഖ്യാതിഥിയായി. ഭാരവാഹികളായ സുനിൽ അച്യുതൻ, ബിബിൻ ശരത് കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ആനക്കല്ലിൽ കൗതുകമായ 4 കാലുകളുള്ള ഇറച്ചിക്കോഴി. ആനക്കല്ല് സെന്ററിൽ CITU ഓഫീസിന് സമീപത്തെ തട്ടിൽ ചിക്കൻ സെന്ററിലാണ് ഈ കൗതുക കാഴ്ച. 12 വർഷമായി തട്ടിൽ ചിക്കൻ സെന്റർ നടത്തുകയാണ് തട്ടിൽ വീട്ടിൽ പോൾ ബിജി ദമ്പതികൾ. കഴിഞ്ഞ ദിവസമാണ് വിൽക്കാനായി കടയിലെത്തിച്ച ഇറച്ചിക്കോഴികളിൽ ഒരെണ്ണം കൗതുക കാഴ്ചയായത്. 2 കാലിന് പുറകിലായി അധികമായി 2 കാലുകൾ ചേർന്നതാണ് ഇറച്ചിക്കോഴി. പുറകുവശത്തെ 2 കാലുകൾ കൂടി ചേർന്ന നിലയിലാണുള്ളത്. ശനി ഞായർ ദിവസങ്ങളിൽ 100-ലേറെ കോഴികൾ ചിക്കൻ സെന്ററിൽ വിൽക്കാറുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ 4 കാലുള്ള ഇറച്ചിക്കോഴിയെ കണ്ടെത്തുന്നതെന്ന് സ്ഥാപനോടമ പോളിന്റെ ഭാര്യ ബിജി പറയുന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ തുടർ പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതായി മന്ത്രി K രാജൻ. ഒല്ലൂർ നിയോജക മണ്ഡലത്തിന് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. പുത്തൂരിൽ ഇന്റർനാഷണൽ സ്റ്റേഡിയം പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിനായി 15 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. പീച്ചി വിനോദസഞ്ചാര വികസനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപയും അനുവദിച്ചു. വ്യക്തമായ മാസ്റ്റർ പ്ലാനോടെയാണ് പദ്ധതി ആരംഭിക്കുക. പീച്ചിയിലെ വനഗവേഷണ കേന്ദ്രത്തിന്റെ തുടർ പ്രവർത്തനത്തിനായി 13 കോടി 20 ലക്ഷം രൂപയും ബജറ്റിൽ അനുവദിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചേരാൻ 2 ഡബിൾ ഡെക്കർ ഇലക്ട്രിക്കൽ ബസ്സുകളും അനുവദിച്ചു. ചെമ്പൂത്ര ക്ഷേത്രം റോഡ്, മടക്കത്തറ കശുമാവ് റോഡ് എന്നിവ അഭിവൃദ്ധിപ്പെടുത്തൽ പദ്ധതിക്കായി 2 കോടി രൂപ വീതം, കൂടാതെ നീലിപ്പാറ മണിയൻ കിണർ റോഡ് നവീകരണത്തിന് 2 കോടി തുടങ്ങി വിവിധ പദ്ധതികൾക്കായി ബജറ്റിൽ തുക അനുവദിച്ചതായും മന്ത്രി K രാജൻ പറഞ്ഞു. നമ്മുടെ നിയോജക മണ്ഡലത്തിന് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പ്രാധാന്യം കിട്ടിക്കൊണ്ട് തന്നെയാണ് ഇത്തവണത്തെയും ബഡ്ജറ്റ് നടന്നത്. 137 കോടി 70 ലക്ഷം രൂപയാണ് ബഡ്ജറ്റിലൂടെ നമുക്ക് ലഭ്യമായത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് അതിവേഗ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. അതുകൂടി വരുന്നതോടുകൂടി പുത്തൂർ അക്ഷരാർത്ഥത്തിൽ ജനം ശ്രദ്ധിക്കുന്ന ഒരു നഗരമായിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വരികയാണ്. ചെറുതു വലുതുമായിട്ടുള്ള ധാരാളം സംരംഭങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഔപചാരികമായി തുറന്നു കൊടുക്കാൻ ജനുവരി 26 തന്നെ സജ്ജമായതാണ്. എന്നാൽ അവിടുത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചെറിയ സമയം കൂടി പൂർണ്ണമായിട്ടും റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 ഘട്ടമായി, അതായത് ഇപ്പോൾ
എളന്തുരുത്തിയിലെ ടാറിങ് കഴിഞ്ഞത് മുതൽ നമ്മുടെ പുഴയോരത്ത് നിന്ന് പുഴമ്പള്ളത്തേക്കും പുഴയോരത്തേക്കും പോകുന്ന റോഡ് വരെയുള്ള ദൂരം ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ ഉടനെ തന്നെ കുരിശുമൂല വരെയുള്ള ദൂരം കൂടി നമുക്ക് ടാർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ആ ടാറിങ് പരിപാടിയുടെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞാൽ സുവോളജിക്കൽ പാർക്കിൽ ജനം ടിക്കറ്റ് കൊടുത്ത് വരാൻ പറ്റുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാകും. പാറളം പ്രവാസി കൂട്ടായ്മയുടെ 5ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള സ്പന്ദനം കുടുംബ സംഗമം നടന്നു. ചടങ്ങിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച് ഇത്രയും കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ടാസ്ക് എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് മുൻകൈയെടുത്ത എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. മാത്രമല്ല, ഞാൻ പറയുന്നത് വർഷം തോറും നിങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനായിട്ട് സാധ്യമായി എന്ന് വരില്ല. എങ്കിൽ കൂടിയും പറ്റുന്നവർ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കാളികളാകുക. മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫാമിലി, അച്ഛൻ, അമ്മ, അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾക്ക് അറിയാനും അറിയപ്പെടാനും കണ്ടറിയാനും ഒക്കെയുള്ളൊരു വേദിയായി ഇത് മാറും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് AC ഇഗ്നേഷ്യസ് അധ്യക്ഷനായി. നമ്മുടെ നാട്ടിൽ ചുരുങ്ങിയ ആളുകൾ, നമ്മുടെ ഇത്രയും 180 പേര് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളതിൽ 4-5 പേര് മാത്രമേ നാട്ടിൽ സെറ്റിലായിട്ടുള്ളൂ. ബാക്കി ഉള്ള 175 പേരോളം വിദേശത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൂട്ടായ്മ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നാട്ടിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 5 വർഷം കൊണ്ടുപോയത്. 2021 നമ്മൾ ഒരു ചാരിറ്റി കൂട്ടായ്മയായിട്ട് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഓരോ വർഷവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരു വ്യക്തിയുടെ ഒരു ചികിത്സാ സഹായവുമായിട്ട് 5 ലക്ഷത്തിൽ മേലൊരു സഹായം നമുക്ക് കൊടുക്കാൻ സാധിച്ചു രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ. അതിനുശേഷം അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചേർപ്പ് SHO MS ഷാജൻ മുഖ്യാതിഥിയായി. പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി സുധീർ ഷൺമുഖൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സാൻഡോ ആൻഡോ, സജീവൻ മുളങ്ങിൽ, അയ്യപ്പത്ത, CR അഗസ്റ്റിൻ, അനീഷ് കൊച്ചത്ത, ഷാജി ബാലൻ, റിജോ റാഫേൽ, രാഗി ഷാജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പാർലം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിലെ അമ്മാടം മുള്ളക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പുനരുദ്ധാരണ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തിയായി. തൃശൂർ ജില്ലാ പഞ്ചായത്തും പാർലം ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. പൊതുജനങ്ങൾക്ക് ഉപയോഗത്തിനായുള്ള പദ്ധതി പ്രവർത്തനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് നിർവഹിച്ചു. നമുക്കറിയാം, ഒരു പദ്ധതിക്ക് ഫണ്ട് വകയിരുത്തലല്ല, ആ പദ്ധതി പ്രാവർത്തികമാക്കലാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റെടുക്കുന്ന ആ ഉത്തരവാദിത്തം. അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഈ പദ്ധതിക്കുള്ള ഫണ്ട് വകയിരുത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പേ അത് ഒരു ഉദ്ഘാടനം നടത്തി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ജില്ലാ പഞ്ചായത്തിലെ ഞങ്ങൾ അധികാരത്തിൽ കയറിയ ശേഷം ആദ്യത്തെ മീറ്റിങ്ങിൽ വന്നപ്പോഴാണ് ഈ പദ്ധതി ഏകദേശം പൂർത്തിയാകുന്നുള്ളൂ എന്ന് അന്ന് പറഞ്ഞത്. പിന്നീടാണ് റോസ്മേരി വിളിച്ചപ്പോൾ ഉദ്ഘാടനം ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇനി വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായിട്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞ് നമുക്ക് ശരിക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. അതിന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അമ്മാടം മുളക്കര ലിഫ്റ്റ് ഇറിഗേഷൻ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഔദ്യോഗികമായി നമ്മൾ ഉദ്ഘാടനം നിർവഹിച്ചായി പറയുന്നു. നമുക്കിനി സ്വിച്ച് ഓൺ കർമ്മം ഇതിന് ശേഷം ചെയ്യാം. വാർഡ് മെമ്പർ റോസ്മേരി അബേഷ് അധ്യക്ഷയായി. പാറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത് മുഖ്യാതിഥിയായി. 13ാം വാർഡ് മെമ്പർ ടോമി പെല്ലിശ്ശേരി, അമ്മാടം മുള്ളക്കര ലിഫ്റ്റ് ഇറിഗേഷൻ കമ്മിറ്റി പ്രസിഡന്റ് PO ഡേവിസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വല്ലച്ചിറയിൽ കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു. വല്ലച്ചിറ സ്വദേശി പെരുമറത്ത് വീട്ടിൽ 58 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. വല്ലച്ചിറ മോസ്കോ നഗറിൽ ഗോപി സ്റ്റോഴ്സ് ഉടമയായിരുന്നു മരിച്ച ഗോപി. കടയിൽ കുഴഞ്ഞു വീണ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം വടൂക്കര ശ്മശാനത്തിൽ നടന്നു. പരേതരായ വേലായുധന്റെയും മാധവിയുടെയും മകനാണ്. സിന്ധു ഭാര്യ അനുശ്രീ, അതുൽ കൃഷ്ണ എന്നിവർ മക്കളും രാഹുൽ മരുമകനുമാണ്.
കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ചേർന്നു. പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിലായിരുന്നു പൊതുയോഗം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ സക്കരിയ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CJ ജോഷി, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ PT രാമചന്ദ്രൻ, PC മനോജ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രോത്സവം ഫെബ്രുവരി 5 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് 6-ന് ദീപാരാധനയ്ക്ക് ശേഷം ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 1 ഞായറാഴ്ച രാത്രി 8-ന് കൈകൊട്ടിക്കളിയും തുടർന്ന് 9 മണിക്ക് ഗാനമേളയും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 2-ന് തിങ്കളാഴ്ച രാത്രി 8-ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഫെബ്രുവരി 3-ന് രാവിലെ 8:30 മുതൽ പാൽക്കാവടി ആഘോഷം നടക്കും. രാത്രി 8-ന് ചിന്തുപാട്ട്, രാത്രി 8:15 മുതൽ ഭസ്മക്കാവടിയും ഉണ്ടാകും. ഫെബ്രുവരി 4-ന് രാവിലെ 9:30-ന് പ്രഭാതശീവേലി നടക്കും. വൈകിട്ട് നടക്കുന്ന പകൽപൂരത്തിൽ 3 ആനകൾ അണിനിരക്കും. വൈകിട്ട് 7-ന് ദീപാരാധനയ്ക്ക് ശേഷം തകിൽമേളം അരങ്ങേറും. രാത്രി 8:30-ന് തായമ്പകയും 10 മണിക്ക് പള്ളിവേട്ടയും തുടർന്ന് രാത്രി പൂരവും നടക്കും. ഫെബ്രുവരി 5-ന് രാവിലെ 9-ന് ആറാട്ടിന് ശേഷം ആറാട്ട് കഞ്ഞി വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് TM മുരളി, സെക്രട്ടറി TN അശോകൻ, കമ്മിറ്റി അംഗങ്ങളായ PK തമ്പി, TA ശ്രീജിത്ത്, ക്ഷേത്രം PRO KR സത്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ കുഞ്ഞുത്സവം, അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചത്. കയ്പമംഗലം പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK സക്കരിയ അധ്യക്ഷത വഹിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർ KK ലളിത മുഖ്യാതിഥിയായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസമോൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ലുബ്ന ജിനൂബ്, രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, PM സൈനുദ്ദീൻ, നഹിദ സലീം, ജിസ്നി ഷാജി, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, ICDS സൂപ്പർവൈസർ KR വൈദേഹി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ജില്ലാ കളക്ടറുമായി വിദ്യാർത്ഥികൾ നേരിട്ട് സംവദിക്കുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ സംഘടിപ്പിച്ചു. പരിപാടിയുടെ 63-ാം പതിപ്പാണ് കളക്ടറുടെ ചേംബറിൽ നടന്നത്. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മീറ്റ് യുവർ കലക്ടർ എന്ന സംവാദത്തിൽ പങ്കെടുക്കുന്നത്. 63-ാം പതിപ്പിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളും 4 അധ്യാപകരുമാണ് പങ്കെടുത്തത്. ചോദ്യോത്തര സെഷനിൽ വിദ്യാർത്ഥിനികളുടെ ചോദ്യങ്ങൾക്ക് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ മറുപടി നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,720 രൂപ, പവന് 1,17,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വലച്ചിറ സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് ഭക്തി നിർഭരമായ തുടക്കം. തിരുനാൾ ആഘോഷത്തിന് തുടക്കമിട്ട് പള്ളിയിൽ ദീപാലങ്കാരം തെളിയിച്ചു. ചേർപ്പ് തായംകുളങ്ങര ലക്ഷദ്വീപത്തിന് സമാപനമായി. വെള്ളിയാഴ്ച ചേർപ്പ് കാവടി സമാജത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷദ്വീപോജ്വലനം ശ്രദ്ധേയമായി. ആനക്കല്ലിൽ കൗതുകമായി 4 കാലുകളുള്ള ഇറച്ചിക്കോഴി. ആനക്കല്ല് സെന്ററിൽ CITU ഓഫീസിന് സമീപത്തെ തട്ടിൽ ചിക്കൻ സെന്ററിലാണ് ഈ കൗതുക കാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.